പടക്കളം എന്ന സിനിമ ഉണ്ട്. സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇതൊരു ഫാന്റസി മൂവിയാണ്. ഫാന്റസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാന്റസി കോമഡി മൂവി എന്ന് തന്നെ പറയും സിനിമയെ കുറിച്ച്. ഈ ഫിലിമിലെ ഫാന്റസി എലിമെന്റ്സ് ആണ് എനിക്ക് കൂടുതൽ കണക്ട് ആയത്. ബോഡി സ്വാപ്പിംഗ്, മൈൻഡ് കൺട്രോളിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവർ ഈ ഫിലിമിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ക്യാരക്ടേഴ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പിന്നെ നേരെ കഥയും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഫാന്റസി എലിമെന്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴാണ് നമ്മൾ കോമഡി ട്രാക്ക് ഒരുപാടായിട്ട് വരുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാഫിലാണ് ഒരുപാട് ചിരിക്കാനൊക്കെ ഉള്ളത്. നമുക്ക് ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ഫിലിമാണ് പടക്കളം. മനു സ്വരാജ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമയിൽ ഒരുപാട് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒട്ടും കൺഫ്യൂഷൻ തോന്നാത്ത രീതിയിൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെയാണ് മനു സ്വരാജ് ഫിലിം എടുത്തു വെച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ മെയിൻ പോസിറ്റീവ് എന്ന് പറയുന്നത് ആക്ടേഴ്സിന്റെ പെർഫോമൻസ് തന്നെയാണ്. സന്ദീപ് പ്രദീപാണ് ഈ സിനിമയിലെ നായകൻ. നമ്മുടെ ബേസിൽ ജോസഫിന്റെ ഫാലിമിയില് അനിയനായിട്ട് അഭിനയിച്ച് ആലപ്പുഴ ജിംഖാനയില് ബോക്സറുടെ റോളൊക്കെ ചെയ്ത് നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് സന്ദീപ് പ്രദീപ്. അപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോൾ പുള്ളി ശരിക്കും ഒരു സ്റ്റാർ മെറ്റീരിയൽ ആയിട്ട് മാറി എന്ന് തന്നെ പറയാം. അടിപൊളിയായിട്ടാണ് പുള്ളി ഇതിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു ക്യാരക്ടറിന്റെ ഇമോഷനും കാര്യങ്ങളും പുള്ളി അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ആക്ഷൻ രംഗങ്ങളായാലും ഇമോഷണൽ രംഗങ്ങളായാലും എല്ലാ ഇമോഷനും പുള്ളി അടിപൊളിയായിട്ട് തന്നെ ക്യാരി ചെയ്തിട്ടുണ്ട് സിനിമയിൽ. നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ ഉള്ളത് ഷറഫുദ്ദീനാണ്. ഷറഫുദ്ദീനും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാവരുടെയും ആ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ഒരു ഷെയ്ഡും സെക്കൻഡ് ഹാഫിൽ വേറൊരു ഷെയ്ഡുമാണ്. അപ്പൊ അത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. സന്ദീപ് പ്രദീപ് ആയാലും ഷറഫുദ്ദീൻ ആയാലും സുരാജ് വെഞ്ഞാറമൂട് ആയാലും ആ ഒരു ട്രാക്ക് മാറുന്നതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഷറഫുദ്ദീന്റെ കാര്യം പറയുമ്പോൾ സീരിയസ് റോളാണ് ഫസ്റ്റ് ഹാഫിൽ വരുന്നത്. സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ കോമഡിയിലേക്ക് മാറുന്നുണ്ട്. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. സുരാജിന്റെ കാര്യം പറയുമ്പോഴും ഇതുപോലെ തന്നെയാണ്. ഫസ്റ്റ് ഹാഫിൽ പുള്ളി ഒരു സീരിയസ് റോളാണ്. ചെറിയ സ്ക്രീൻ സ്പേസ് ഉള്ളൂ. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പുള്ളിയുടെ അഴിഞ്ഞാട്ടം തന്നെയാണ്. ഒരുപാട് കോമഡി സീൻസ് ഉണ്ട് നമുക്ക് ചിരിക്കാനുള്ളത്. ശരിക്കും ഒരു വിന്റേജ് സുരാജിന്റെ കുറെ മാനറിസങ്ങൾ വന്നു പോകുന്നുണ്ട്. അപ്പൊ നല്ല അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ ഈ സിനിമയിൽ പറയാനുള്ളത് സന്ദീപ് പ്രദീപിന്റെ കൂടെ ഫ്രണ്ട്സിന്റെ റോൾസ് ചെയ്യുന്ന ഒരു 3 പേരുണ്ട്. ഇവരുടെ 4 പേരും കൂടി വരുന്ന സീനുകൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് അവർ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അവരുടെ പെർഫോമൻസും ആ ഒരു ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരും നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ പഴയ റാംജി റാവു സ്പീക്കിങ്ങിലെ പടക്കളം എന്ന സോങ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സിനിമയുടെ പേര് പടക്കളം ആയതുകൊണ്ട് ആ സോങ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കൊള്ളായിരുന്നു. അപ്പോൾ ആകെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫാന്റസി ഫിലിംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഫിലിമാണ് പടക്കളം. അതിന്റെ കൂടെ കോമഡി ട്രാക്കും കൂടി ഉണ്ട്. അപ്പോൾ ഒരു ഫാന്റസി കോമഡി മൂവി എന്ന് തന്നെ പറയും ഈ സിനിമയെ കുറിച്ച്. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.